അയ്യോ അയ്യാ ഗൈസ് വീട്ടിൽ കെട്ടി പന്തല് കണ്ടിട്ട് 3 പേര് എന്നോട് ചോദിച്ചു എന്റെ കല്യാണമാണെന്ന്. ശരിക്കും പറഞ്ഞാൽ എന്റെ കല്യാണമല്ല, എന്റെ ചേച്ചിന്റെ കൊച്ചിന്റെ 28 ആരും തെറ്റിദ്ധരിക്കല്ലേ കേട്ടോ. ഗൈസ് നാളെ ചേച്ചിന്റെ കൊച്ചിന്റെ 28 അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പണികളിലാണ്. അപ്പൊ നമ്മളെ നെയിം റിവീലിംഗ് ബോർഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതാണ് ക്രിയേറ്റിവിറ്റി സാധനടാ. വീട് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ളൊരു സംഭവം നാളെ കാണിച്ചു തരാം. നമ്മള് വീട്ടിൽ കൊടുത്ത പന്തെല്ലാം കാണിക്കണം. സ്വന്തം വർക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് ആൻഡ് ഡെക്കറേഷൻ നമ്മൾ സ്പോൺസർഡ് ബൈ നിഖിൽ. ഡെക്കറേഷൻ അത് വേണ്ട, അതില്ല അത് ഇവന് മാത്രമേ അതില്ലാത്തൊരു സാധനം ഉണ്ട്, അത് ഇവന് മാത്രമേ ഉള്ളൂ. തിരിച്ചു നോക്കും ഒറ്റയടിക്ക്. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കും അളിയനും കൂട്ടരൊക്കെ വന്നു കേട്ടോ. അതിനുശേഷം എല്ലാരെയും വിളിച്ചിരുത്തി ചായ കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ നടന്നത്. അങ്ങനെ നമ്മുടെ ചുണ്ടാപ്പി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചേച്ചിയുടെ മൂത്ത മോളായ നൈശമോളും ഇതവിടെ ഒരുങ്ങി റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ വിളക്ക് എത്തിക്കുന്നതാണ് കേട്ടോ എന്റെ അമ്മ. അളിയൻ അങ്ങനെ നൂല് കെട്ടുന്ന പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്തെടുത്ത ബോർഡിന്റെ വർക്കിംഗ് നമ്മളിപ്പോൾ കാണാൻ പോവാണ്. അപ്പോൾ നെയിം റിവീലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയേക്കുന്ന ഫുഡ് കൊടുക്കുന്ന പരിപാടിയിലേക്കാണ് കേട്ടോ. എന്താണ് പരിപാടി? എന്തത് സാമ്പാർ. അങ്ങനെ ഗൈസ് ഇന്നത്തെ നൂല് കെട്ട് പരിപാടികളെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.